മാർക്കോ കണ്ടവരാരും ഈ ദമ്പതികളെ മറക്കാനിടയില്ലെന്ന് തോന്നുന്നു. കാരണം ഒരു സിനിമയിൽ മാത്രമല്ല, യഥാർത്ഥ ജീവിതത്തിലും ദമ്പതികളാണ്. ശ്രീജിത്ത് രവിയും സജിത ശ്രീജിത്തും രണ്ടുപേർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. നിങ്ങൾ രണ്ടുപേരും ദമ്പതികളായിട്ട് അഭിനയിക്കുന്ന സിനിമ മാർക്കോയാണോ? കോട എന്ന് പറഞ്ഞൊരു സിനിമ അഭിനയിച്ചിട്ടുണ്ട്. അത് ഇനി റിലീസാവാതിരിക്കുകയാണ്. പിന്നീട് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ദമ്പതികളായിട്ട് അഭിനയിച്ച സിനിമ മാർക്കോ തന്നെയാണ്. സജിത കുറച്ചും കൂടിയൊക്കെ ആട്ടം പോലുള്ള സിനിമകളിൽ അല്ലേ, വെബ് സീരീസ് ഒരു 1000 ബേബീസിൽ അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ വേഷങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ. പക്ഷെ ശ്രദ്ധിക്കപ്പെട്ട വേഷം മാർക്കോയില തന്നെയാണ്. തീർച്ചയായും. ഈ മാർക്കോയിലൊക്കെ എങ്ങനെയാ ഒരു വിളി വരുന്നത്? ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടീച്ചറാണ്. ശരിക്കും തൃശ്ശൂർ ദേവമാതാ സ്കൂളിൽ ടീച്ചറാണ്. ഇക്കണോമിക്സ് ആണ് അവരുടെ സബ്ജക്റ്റ്. ആയിരുന്നു. അതെ അതെ, തിരുത്തലുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ കോവിഡ് സമയത്ത് ഞങ്ങൾ വീട്ടിൽ നിന്നും ഇവിടെ നിന്ന് ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. കാരണം എൻ്റെ മൂത്ത മകന് കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ഇഷ്ടമായതുകൊണ്ട് അപ്പോൾ അവനെന്തെങ്കിലും ഒരു ആക്ടിവിറ്റി, പിന്നെ നമ്മളിങ്ങനെ ആകെ ഒരു ബോർഡമിലിരിക്കുന്ന ഒരു സമയമുണ്ടോ കോവിഡ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം എടുത്തു. അത് ഈ കോവിഡ് സമയത്ത് തന്നെ ക്ലാസ്സിൻ്റെ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് എൻ്റെ മൂത്ത മകൻ എനിക്കോട് 8ാം ക്ലാസ് അല്ലേ, 8ാം ക്ലാസ്സിലൊക്കെ സമയത്ത് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യണമെന്ന് സ്കൂളിൻ്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം അവനൊരു ചെറിയൊരു സ്ക്രിപ്റ്റ് എഴുതി. അവൻ പറഞ്ഞു നമുക്ക് ഷോർട്ട് ഫിലിം ചെയ്യാമെന്ന് പറഞ്ഞു. ബാക്കി എല്ലാവരും എസ്സേകളും ചിത്രങ്ങളും വരയ്ക്കുമ്പോൾ ഇവിടുത്തെ ഒരു സാഹചര്യം അനുസരിച്ച് അവൻ ഷോർട്ട് ഫിലിം ചെയ്യാൻ അവൻ തീരുമാനിച്ചു. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത്വേണി ഹെയർ എലിക്സർ. അതിൻ്റെയും എനിക്കുള്ള ബാക്ക് സ്റ്റോറി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ഫാമിലി ഗെറ്റ് ടുഗെദറിന് പഴയ കാലത്തെ കഥകൾ, അമ്മാവന്മാരുടെയും പിന്നെ അതുപോലെ നെവ്യൂസിൻ്റെയും ഒക്കെ കഥകൾ, ഈ പഴയ കാലത്തെ കഥകളുണ്ടല്ലോ, ഈ അമ്മൂമ്മമാരൊക്കെ പറഞ്ഞു തന്ന കുറുമ്പുകൾ, അവരുടെയൊക്കെ ചെറുപ്പകാലത്തെ കുറുമ്പുകൾ ബേസ് ചെയ്തിട്ട് ഞങ്ങളുടെ ഒരു ഗെറ്റ് ടുഗെദറിന് ഞങ്ങളിത് ഫോണിൽ ഷൂട്ട് ചെയ്ത് എൻ്റെ മക്കളെ കൊണ്ടും ഇവരെ കൊണ്ടൊക്കെ അഭിനയിപ്പിച്ച് വിഷ്വലൈസ് ചെയ്തു. ആ വിഷ്വലൈസ് ചെയ്തിട്ട് അത് ഒരു ക്വിസ് ഫോർമാറ്റിൽ അന്ന് ഈ ഗെറ്റ് ടുഗെദറിൻ്റെ ഭാഗമായിട്ട് പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ തൊട്ട് ഇവൻ ഈ ഷോർട്ട് ഫിലിമും അതിൻ്റെ എഡിറ്റിങ്ങും ഒക്കെ ഭയങ്കര ഇഷ്ടമായി തുടങ്ങി മൂത്തവന്. മറ്റവനിങ്ങനെ ഈ ക്യാമറയുടെ മുമ്പിൽ കിടന്ന് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആണ് ഈ ഇങ്ങനെ സ്കൂളിൽ നിന്നൊരു ഇൻസ്ട്രക്ഷൻ വന്നപ്പോൾ ഷോർട്ട് ഫിലിം എടുക്കാമെന്ന് പറഞ്ഞ് കൊറോണ ഒരു ഭീകരജീവിയല്ല എന്ന പേരിലൊരു ഷോർട്ട് ഫിലിം അവനെടുത്തു. അപ്പോൾ അതിലാണ് ആദ്യമായിട്ട് ഇവർ അഭിനയിക്കുന്നത്. അപ്പോൾ അത് ഞാൻ അന്ന് ചെയ്യുമ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയല്ല, ഭയങ്കര നാച്ചുറലായിട്ട് ഇപ്പോൾ പ്രഷർ കുക്കർ ഓഫ് ചെയ്തിട്ട് മുകളിൽ പോയി തുണി എടുക്കുക എന്നൊക്കെ പറയുന്ന ചില സാധനങ്ങളുണ്ട്. അതൊക്കെ വളരെ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എന്തോ ഉണ്ടെന്ന് എനിക്കിങ്ങനെ തോന്നി. പിന്നെ ഇങ്ങനൊരു ആശയം വന്നപ്പോൾ, കോവിഡ് സമയത്ത് നമുക്കൊരു ഷോർട്ട് ഫിലിം ചെയ്യാവുന്നൊരു ആശയം വന്നപ്പോൾ വേറൊരു ആർട്ടിസ്റ്റ് എന്തായാലും കൊണ്ടുവരാനും പറ്റില്ല, കാരണം അന്നത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്. പിന്നെ അങ്ങനെ ഇതിനൊരു ഇക്കണോമിക് സാധ്യതയും ഇല്ലല്ലോ, കാരണം എന്താ വെച്ചാൽ നമ്മൾ റിട്ടേൺ ചെയ്യുന്നു, നമ്മൾ യൂട്യൂബിൽ വിടുന്നു എന്നുള്ളത് മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ പ്രധാനപ്പെട്ട വേഷം ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ചെയ്ത്. മക്കളുണ്ടായിരുന്നു, പിന്നെ നമുക്ക് റിലേറ്റീവ്സ്, നമ്മുടെ എൻ്റെ വലിയച്ഛൻ്റെ മകൻ, അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് വളരെ ആക്സസിബിൾ ആയിട്ടുള്ള തൊട്ടടുത്തുള്ള ആൾക്കാരെ വെച്ച് മാത്രമേ നമ്മൾ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവരൊക്കെ കൂടിയിട്ട് നമ്മളൊരു ഷോർട്ട് ഫിലിം ചെയ്തു. 3-4 ദിവസം കൊണ്ട് കിട്ടുന്ന സമയത്ത്, തോന്നുന്ന സമയത്തൊക്കെ ഷൂട്ട് ചെയ്ത് തീർത്തൊരു ഷോർട്ട് ഫിലിമാണ്. ഞാൻ തന്നെയാണ് ക്യാമറയൊക്കെ കൈകാര്യം ചെയ്തത്. അപ്പോൾ അതിൻ്റേതായ ടെക്നിക്കൽ പ്രശ്നങ്ങളൊക്കെ അതിനുണ്ട്, കാരണം ഓട്ടോ ഫോക്കസൊക്കെ ഇട്ടിട്ട് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ പേര് ഒരു നമ്പർ 1 പ്രതികാരം എന്നായിരുന്നു. രാത്രി നയൻതാരയും സ്വപ്നം കണ്ടു കിടക്കണോ നിങ്ങൾ? അത് അത്യാവശ്യം ആൾക്കാർ കണ്ടിട്ട് കുഴപ്പമില്ലോ ചേട്ടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. സിനിമ സുഹൃത്തുക്കളൊക്കെ ഇത് ഷെയർ ചെയ്ത് വന്നപ്പോൾ വലിയ കുഴപ്പമില്ലോ ചേട്ടാ, ചെറിയ പരിപാടി ഉണ്ട് എന്നൊക്കെ ഒരു അഭിപ്രായം വന്നു. അങ്ങനെയാണ് ഒരു കോഴിക്കോട് നിന്നൊരു ഗ്രൂപ്പ് വിളിച്ചിട്ട് ഇത് സീരിയസ് ആയിട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്, കാരണം മൊത്തത്തിൽ കണ്ടൻറ്റ് കുറവാണല്ലോ അന്ന് എൻ്റർടൈൻമെൻറ്റായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇത് സീരിയസ് ആയിട്ട് ചെയ്യുമോ ചോദിച്ചപ്പോൾ ഇത് ഫസ്റ്റ് എപ്പിസോഡാക്കിയിട്ടും പിന്നെ തുടർന്നൊന്ന് ഒരു 3 എപ്പിസോഡോളം, അങ്ങനെ ടോട്ടൽ 4 എപ്പിസോഡ്സ് അഭയനോട് ചിഞ്ചു പറഞ്ഞത് എന്ന പേരിൽ വെബ് സീരീസ് ആയിട്ട് ചെയ്തു. ഈ 4ാമത്തെ എപ്പിസോഡ് കഴിഞ്ഞപ്പോഴേക്കും കോവിഡ് ലോക്ക്ഡൗണൊക്കെ പിൻവലിക്കുകയും വീണ്ടും ഷൂട്ടിംഗ് ആരംഭിക്കുകയും ചെയ്തപ്പോൾ പിന്നെ ഈ പരിപാടി നിർത്തി. പക്ഷെ അതിലൊക്കെ ആദ്യത്തെ എപ്പിസോഡിൻ്റെ ഒരു പെർഫോമൻസിൻ്റെ ബലത്തിൽ പ്രധാനപ്പെട്ട കഥാപാത്രം ചിഞ്ചുവാണ്. അപ്പോൾ അങ്ങനെ ചിഞ്ചു
അഭയനോട് പറഞ്ഞതാണ്. അഭയൻ എന്നുള്ള ക്യാരക്ടർ ഞാൻ ചെയ്ത ക്യാരക്ടർ. പിന്നെ മക്കളും കുറച്ച് ചെറിയ വേഷങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ആ പീരീഡ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്തുള്ള പെർഫോമൻസ് കണ്ടിട്ടാണെന്ന് തോന്നുന്നു അതിൻ്റെ ഇടയിൽ പൊന്മുട്ടയിടുന്ന താറാവ് എന്ന് പറഞ്ഞിട്ടൊരു നമ്മുടെ അതിൻ്റെ നമ്മുടെ സിനിമ ശ്രീനിയേട്ടൻ സത്യനന്ദിക്കാട് സിനിമയുടെ റീക്രിയേഷൻ, ഫോട്ടോഗ്രാഫ് റീക്രിയേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുഹൃത്ത് മിഥുൻ പറഞ്ഞ സുഹൃത്ത് വന്ന് ഇത് അതിനെ പറ്റിയ ലൊക്കേഷനിൽ പോയിട്ട് ഫോട്ടോഗ്രാഫ്സ് മാത്രം, ഈ പാട്ടിൻ്റെ ബാക്ക് ഡ്രോപ്പിൽ ഈ ഫോട്ടോഗ്രാഫ്സ് ബേസ് ചെയ്തിട്ട് ഉറുവി ചേച്ചിയുടെ ക്യാരക്ടർ ഇവരും ശ്രീയേട്ടൻ്റെ ക്യാരക്ടർ ഞാനുമായിട്ട് ഫോട്ടോസ് എടുത്ത് ഈ പാട്ടിൻ്റെ ബാക്ക് ഡ്രോപ്പിൽ ഈ കഥ പറഞ്ഞു പോകുന്നൊരു രീതിയിൽ അതെടുത്തു. അത് അത്യാവശ്യം ആൾക്കാർ കണ്ട് നല്ല അഭിപ്രായം വന്നു. ഇവർ കാരണം ആ ക്യാരക്ടർ പല ഡയമെൻഷൻസ് അറിയാമല്ലോ, ഉറുവി ചേച്ചി ആ ക്യാരക്ടർ ഒരുപാട് ഡയമെൻഷൻസ് കാരണം ഫോട്ടോസിലൂടെ തന്നെ അത് എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കണ്ടപ്പോൾ പല ആൾക്കാരും പരസ്യങ്ങൾക്കൊക്കെ വിളിച്ചു തുടങ്ങി. അങ്ങനെയാണ് ഇവർ പരസ്യ മേഖലയ്ക്ക്. ആദ്യം ചെയ്തത് ഈസ്റ്റേൺ സാമ്പാർ പൗഡറിന്റെ പരസ്യമാണ് ആദ്യം. പിന്നെ അതിന് മുമ്പ് ആ സമയത്ത് തന്നെ ഒരു ജ്വല്ലറിയുടെയും തലേ ദിവസം പിറ്റത്തെ ദിവസമായിട്ടാണ് അങ്ങനെ അടുപ്പിച്ച് ടെക്സ്മ എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലോർ ക്ലീനർ, അതായിരുന്നു 2 എണ്ണം അടുപ്പിച്ച് വന്നൊരു. മാർക്കോക്കാര് വിളിക്കാൻ ഇത് കാരണം എന്തായിരുന്നു? എനിക്ക് തോന്നുന്നു ഇതൊക്കെ തുടങ്ങി ആരാ വിളിക്കുന്നത് മാർക്കോയിലേക്ക് തന്നെ ഹനീഫ് സാർ പറഞ്ഞിട്ട് അതിന്റെ മെയിൻ ഐഡിയാണ് വിളിക്കുന്നത്. എന്നെ എൻ്റെ കൺട്രോളർ ദീപക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഒരു കുറച്ച് ദിവസം വേണം, ഒരു ക്യാരക്ടറുണ്ട്, 2 പേരെയും വേണമെന്നുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു അച്ഛനും ഞാനും ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ശരി, അപ്പോൾ അച്ഛനോട് നിങ്ങൾക്ക് നേരിട്ട് പറഞ്ഞോളെ, അച്ഛനല്ല വൈഫിനെയാണ് കാസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞു. പിന്നെ അപ്പോൾ പിന്നീട് സംസാരിച്ചപ്പോൾ ഹനീഫോളോട് ഇങ്ങനെ കുറേ നമ്മുടെ ഇവരുടെ കുറേ വർക്കുകളൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ക്യാരക്ടർ സൂട്ടാവുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് വിളിച്ചത്. വളരെ നോട്ടബിൾ ആണ് പക്ഷേ സജിതയുടെ പ്രകടനം. കുറച്ച് ഒരു നെഗറ്റീവ് ഷെയ്ഡ് ആളുകൾ പെട്ടെന്നൊന്ന് ശ്രദ്ധിക്കും. അപ്പോൾ ആ നെഗറ്റീവ് ഷെയ്ഡിനൊക്കെ വരുമ്പോഴത്തേക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നോ? ഒന്നുമില്ല, വലിയൊരു ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. അഭിനയല്ലേ? അല്ല, പിന്നെന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് ഷെയ്ഡുള്ള ആൾക്കാരാണല്ലോ മുഴുവൻ കണ്ടിരിക്കുന്നത്. അച്ഛനായാലും ഞാനായാലും കൂടുതൽ നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിക്കുക എന്നുള്ളത് ഒരു അങ്ങനെ ഒരു വിഷയമില്ല, നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ ഇല്ല. അധികമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് സ്ക്രിപ്റ്റിലുണ്ടെങ്കിലും വളരെ ചുരുങ്ങിയ സ്ഥലത്തെ അത് തോന്നുന്നുള്ളൂ. പക്ഷേ ഇത് ഒരു കംഫർട്ട് ആണ് ശരിക്കും. എന്തായാലും നമുക്ക് റെഗുലറായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു മേജർ പ്രോജക്റ്റ് എന്നുള്ള രീതിയിലൊക്കെ നോക്കുമ്പോൾ ആട്ടത്തിലുണ്ടായിരുന്നു. ആട്ടത്തിലിപ്പോൾ വിനയുടെ വൈഫായിട്ടാണ് അഭിനയിച്ചത്. വളരെ എന്താ പറയുക ഒരു ഒറ്റ സീൻ മാത്രം വരുന്ന ഒരു ക്യാരക്ടറായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു. വാലിഡ് ആയിട്ടുള്ള അയാളുടെ ക്യാരക്ടറിൻ്റെ ഒരു വേറെ വശം കാണിക്കുന്ന ഒരു സ്പേസ് ആയിരുന്നു. അതിന്റെ ഒന്നും ആവശ്യം വരില്ല വിനയേട്ടാ. ഇതിപ്പോ നമ്മുടെ ഡിവോഴ്സ് കേട്ടതിന്റെ ഒരു അരിശത്തിലാണ്. ഹെവി വയലൻസ് ഉള്ളൊരു പടമാണ്, ഇതൊരു ഹിറ്റിലേക്ക് വരും എന്നൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഒരു ഡിഫറെന്റ് ആണ് പടം എന്നുള്ളത് പറഞ്ഞിരുന്നു. പിന്നെ ഇത്ര അധികം ഒരു വയലൻസ് ഉള്ള ഒരു പടം മലയാളത്തിൽ ഇല്ല എന്നുള്ളൊരു ഉറപ്പ് അത് മേക്കേഴ്സിന് നല്ല പോലെ ഉണ്ടായിരുന്നു. അപ്പൊ ആ രീതിയിൽ എന്തായാലും ശ്രദ്ധിക്കപ്പെടും എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് ഒരു ഹിറ്റ് ഞങ്ങൾ സത്യത്തിൽ പ്രതീക്ഷിച്ചിരുന്നു. ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ഒരു നടന്റെ ഒരു എഫേർട്ടും കൂടെ അല്ലേ? അപ്പം അത് നിങ്ങൾ നേരിട്ട് കണ്ട ആൾക്കാരാണ് രണ്ടുപേരും. എങ്ങനെയുണ്ട് അദ്ദേഹത്തിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ഒരു എഫേർട്ട് എങ്ങനെയായിരുന്നു കാര്യത്തിൽ? ഫൈറ്റ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായ കാരണം അതിന് നേരത്തെ പരിചയമുണ്ടോ? അറിയാം. എങ്ങനെ ഉണ്ണി ആദ്യമായിട്ട് കാണുന്ന ഏഴാം സൂര്യൻ അല്ലേ? ഏഴാം സൂര്യൻ എന്ന് പറഞ്ഞ് വന്ന സമയത്ത് ചെയ്തൊരു പടം അതിൽ ശ്രീത്തുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ആദ്യം പരിചയപ്പെടുന്നത്. പിന്നെ മേപ്പടിയാൻ കഴിഞ്ഞ് മാളികപ്പുറം അങ്ങനെ അറിയാം. അത് ഞാൻ കുറേ സിനിമകളാണ് ഞാൻ അങ്ങനെ നോക്കിയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് സിനിമകൾ മുന്നോട്ട് വിളിച്ചിട്ടുണ്ട്. ഏഴാം സൂര്യൻ, മല്ലു സിംഗ്, പിന്നെ എല്ലാം ആയി പോയി കുറേ എണ്ണം. അതായത് വലിയ ഹിറ്റുകളൊക്കെ ആണ്. മേപ്പടിയാനായാലും മല്ലു സിംഗ് ആയാലും മാർക്കോ ആയാലും പിന്നെ മാളികപ്പുറം ആയാലും ഇതെല്ലാം എമ്മും ഉണ്ണി മുകുന്ദനും ശ്രീത്രവിയുള്ള സിനിമകളാണ്. ഉണ്ണി വളരെ പേഴ്സണലായിട്ട് എനിക്ക് അങ്ങോട്ടും ഉണ്ണിക്ക് എന്തുകൊണ്ടോ എന്നെയും ഇഷ്ടമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയായിട്ടും ഈ പറഞ്ഞ പോലെ ഒരു അടുപ്പമുണ്ട്. അപ്പോൾ അത് തീർച്ചയായും പിന്നെ ആസ് എ പേഴ്സൺ അയാൾ ഭയങ്കര കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു ഭയങ്കര ജെന്യുവൻ ആയിട്ടുള്ള പേഴ്സൺ. അതായത് നമ്മൾ എന്താ പറയുക, വേർസ് ഹിസ് ഹാർട്ട് ഓൺ ഹിസ് സ്ലീവ് എന്ന് പറയുന്ന പോലെ അയാൾ മനസ്സിൽ വിചാരിക്കുന്നത് പുറത്ത് കാണിക്കുന്ന വളരെ ജെന്യുവൻ ആയിട്ടുള്ളൊരു ഒരു മനസ്സിനുടമയാണ് ഉണ്ണി. അപ്പോൾ അതായത് മനസ്സിനൊരു ഒന്ന് വെച്ചിട്ട് വേറെ രീതിയിൽ നമ്മളൊത്ത് പെരുമാറുന്ന സ്വഭാവമേ അയാൾക്കില്ല. ചുങ്കത് ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ഗോൾഡിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ. അപ്പോൾ അത്
ആസ് എ പേഴ്സൺ അത് കാരണം എനിക്ക് അയാൾ ഭയങ്കര ബഹുമാനമാണ്. പിന്നെ ആസ് എൻ ആക്ടർ അയാളുടെ ട്രാൻസ്ഫോർമേഷൻ മല്ലു സിംഗ് മുതൽ ഈ ഏഴാം സൂര്യൻ മല്ലു സിംഗ് മുതൽ ഈ മാർക്കോ വരെ ഞാൻ എൻ്റെ മുമ്പിൽ പല സിനിമകളിലായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാളുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ പ്രൊഫഷൻ ഭയങ്കര എന്താ പറയുക ഭയങ്കര പോസിറ്റീവാണ്. അയാൾ വളരെ ജെന്യുവിനായിട്ട് ഇതിൻ്റെ അകത്ത് ഉറച്ചു നിൽക്കണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന രീതിയിലുള്ള എഫേർട്ട് എടുക്കാൻ തയ്യാറായിട്ടുള്ള മനുഷ്യനാണ്. അത് ബോഡി എന്നുള്ള രീതിയിൽ മാത്രമല്ല, അയാൾ ആസ് എൻ ആക്ടർ അയാളുടെ മൈൻഡ് സെറ്റിൻ്റെ വർക്കായാലും അയാൾ അതിനുവേണ്ടി നന്നായി കോൺസെൻട്രേറ്റ് അല്ലെങ്കിൽ മേപ്പടിയാൻ പോലത്തെ ഒരു സിനിമയൊക്കെ ഞാൻ പറയുന്നത് അയാൾ ശരീരം മാത്രം ശ്രദ്ധിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിലൊരു ഒരു പറച്ചിലുണ്ടായിരുന്നു ഒരു സമയത്ത്. പക്ഷെ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അയാൾ മേപ്പടിയാനുള്ള അയാളുടെ ശരീരം മുഴുവൻ അയാൾ അത്രയും നാൾ അയാൾ ഉണ്ടാക്കി കൊണ്ടുവന്ന ആ മസ്കുലർ ബോഡിയൊക്കെ കളഞ്ഞ് വളരെ സാധാരണക്കാരനായി അത്യാവശ്യം വയറൊക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരൻ, നാട്ടിൻപുറത്തൊരു ചെറുപ്പക്കാരനായി മാറാൻ വേണ്ടി അയാൾ അങ്ങേയറ്റം അപ്പോൾ അത് വിട്ടുകളയാൻ അയാൾ തയ്യാറാണ്. അപ്പോൾ എന്നാൽ അതേസമയം മാർക്കോന് വേണ്ടിയിട്ട് അതിൽ നിന്ന് നേരെ തിരിച്ച് ഈ 6 പാക്കിലേക്ക് വരാനും അയാൾ എഫേർട്ട് എടുക്കാൻ തയ്യാറാണ്. അപ്പോൾ ഈ രണ്ട് രീതിയിലേക്കും അയാൾക്ക് പോകാൻ അയാൾക്ക് ഈ മെൻ്റലി റെഡിയാണ്. നിങ്ങളുടെ പ്രകടനം കണ്ടിട്ട് ആരെങ്കിലും വിളിച്ചിരുന്നു? മാർക്കോ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറ്റ് ഈസ് ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റ് എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ തീർച്ചയായും കൂടുതൽ ആൾക്കാർ കാണുന്നുണ്ട്. അതിന് ന്യായം അതിൽ ഒബ്വിയസ്ലി സജിതയുടെ ക്യാരക്ടറാണ് പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ. പ്രത്യേകിച്ച് ആ ഫാമിലി ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന സ്പേസിൽ വളരെ പ്രോമിനൻസ് ഉണ്ട് ആ ക്യാരക്ടറിന്. എന്നെക്കാൾ പ്രോമിനൻസ് ഉണ്ട്. സത്യത്തിൽ എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒരു ഹ്യൂമർ ടച്ചുള്ള ക്യാരക്ടർ ആയിരുന്നു. അപ്പോൾ അത് ആ പടത്തിൻ്റെ ഒരു സ്വഭാവത്തിനനുസരിച്ച് ആ ഹ്യൂമർ ചിലപ്പോൾ മാറ്റിയതാണ്. അത് അതിൻ്റെ ഫ്ലോയിൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് ഹനീഫ് പറഞ്ഞു. അത് കുറച്ചുകൂടി ലെങ്ത് ഉണ്ടായിരുന്നു. പക്ഷെ അത് ആ പടത്തിൻ്റെ സ്വഭാവം ഇപ്പം ഞാൻ ഒരു വയലൻസ് എന്നുള്ള രീതിയിൽ മാർക്കറ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂ കൂടി നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നത് അതൊരു പടം ആ രീതിയിലാണ് മാർക്കറ്റ് ചെയ്യപ്പെടുന്നതും ആ രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യപ്പെടുന്നതും. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഈ ചെറിയ തമാശകളും ചില കാര്യങ്ങളും ചിലപ്പോൾ അതിൻ്റെ കൂടെ അങ്ങ് ട്രാവൽ ചെയ്താൽ നിൽക്കില്ല എന്ന് എഡിറ്റർക്കും ഡയറക്ടർക്കും തോന്നിയതുകൊണ്ടാണത് ഒഴിവാക്കിയത്. അപ്പോൾ ഈ ക്യാരക്ടർ നല്ല പ്രോമിനൻസ് വരികയും കുറേ ആൾക്കാർ വിളിച്ച് ഇത് അറിഞ്ഞിട്ട് അവരെ നേരിട്ട് വിളിച്ച് കുറേ ആൾക്കാരുണ്ട്. അജു വർഗീസ് മെസ്സേജ് അയച്ചു, ഗംഭീരമായിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഉല്ലാസ് ചെമ്പൻ വിളിച്ചു പറഞ്ഞു നന്നായിട്ടുണ്ട്. പിന്നെ അങ്ങനെ പലരും ഇങ്ങനെ വിളിച്ച് അഭിപ്രായങ്ങൾ പറയുന്ന അച്ഛൻ്റെ കാര്യം പറയണം. അപ്പം അത് ഞാൻ അതാണല്ലോ ഫൈനലായിട്ടുള്ളൊരു സാധനം. അത് ക്ലൈമാക്സിലേക്ക് വെച്ചതാണ്. അച്ഛൻ ആ സമയത്ത് കാറ്ററാക്ട് സർജറി കഴിഞ്ഞിരിക്കുകയായിരുന്നു. അച്ഛനിങ്ങനെ അത് കഴിഞ്ഞ് ഡോക്ടറെ അടുത്ത് പോയി ഒരു സ്പെഷ്യൽ പെർമിഷനൊക്കെ എടുത്താണ് ഒന്നൊരാഴ്ച കഴിഞ്ഞിട്ടാണ് കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് എന്തായാലും ടീച്ചിങ് പ്രൊഫഷൻ വിട്ടതിൽ വിഷമിക്കേണ്ട, നമുക്ക് ആക്ടിങ് ഒരു പ്രൊഫഷനാക്കി എടുക്കാം. അതൊരു വലിയൊരു അംഗീകാരമായിട്ട് കാണും. കുട്ടികൾ എന്തായിരുന്നു അഭിപ്രായം പറഞ്ഞത്? കുട്ടികളുടെ പ്രതികരണം എന്തായിരുന്നു? കുട്ടികൾക്ക് മാർക്കോ കാണാൻ പറ്റിയിട്ടില്ലല്ലോ. 16 വയസ്സായിട്ടുള്ളൂ, മറ്റേ ആൾ 10 വയസ്സായിട്ടുള്ളൂ. അല്ലാതെ ആൾക്കാർ കാണുന്നുണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ പിന്നെ അത് കൃത്യമായിട്ട് പാലിക്കേണ്ടത് നമ്മുടെ ഒരു മര്യാദയാണ്. കാരണം അതിന്റെ പ്രൊഡ്യൂസർ ഷെരീഫ് അദ്ദേഹത്തിന്റെ കുട്ടികൾ അതിൽ അഭിനയിച്ച കുട്ടികളാണ്. രണ്ടാം ഭാഗം അനൗൺസ് ചെയ്തു. പക്ഷെ എന്തായാലും രണ്ടാം ഭാഗത്തിൽ അതെ രണ്ടാം ഭാഗത്തിലുണ്ടാവും യാതൊരു സാധ്യതയില്ല. അല്ലെങ്കിൽ വല്ല സോംബി പടമായിരിക്കണം രണ്ടാം ഭാഗം. അല്ല, നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഇപ്പോൾ അടുത്ത ഭാഗം ഒരു സോംബി പടമാണെങ്കിൽ ഞങ്ങൾ മരിച്ചല്ലോ, ഞങ്ങൾക്ക് ബാക്ക് ഫ്രം ദ ഡെഡ് വരാമല്ലോ. അധ്യാപികയാണ് അല്ലേ? അധ്യാപിക എപ്പോഴാണ് ഈ ഒരു ആക്ടിങ്ങിലേക്ക് വരാം എന്നെടുക്കുന്ന ഒരു തീരുമാനം എടുക്കുന്നത് എപ്പോഴാണ്? ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫാമിലിയിലേക്ക് വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ സിനിമാക്കാരുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് തന്നെയുള്ളത്. ഞങ്ങൾ ഡിസ്റ്റന്റ് റിലേറ്റീവ്സ് ആണ്. അപ്പം അറിയാം. പിന്നീട് ഈ പറഞ്ഞ വിവാഹത്തിന് ശേഷം ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് MG ശശി സാറിൻ്റെ ജാനകി എന്ന് പറയുന്ന ഒരു പടം, അതിലിങ്ങനെ അച്ഛനെയും ശ്രീധനെയും കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശശിയേട്ടൻ വീട്ടിലേക്ക് വരികയും കഥ പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഞാനും മൂത്ത മോനും, അന്ന് അയാൾക്ക് 6 മാസമൊക്കെ ഉള്ളൂ, ഞങ്ങൾ പുറത്തെവിടെയോ പോയി വരുമായിരുന്നു. അപ്പോൾ എനിക്ക് ഇതേ പ്രായത്തിലൊരു അമ്മയും കുട്ടിയും വേണം അഭിനയിക്കാൻ. ആദ്യത്തെ സിനിമ അതാണ്. അങ്ങനെ നോക്കിയാൽ ആദ്യത്തെ സിനിമ അതാണ്. അതില് തമ്പി ആന്റണി സാറിന്റെ പേരക്കുട്ടിയായിട്ടാണ് ഞാൻ. പുറത്തുനിന്ന് വരുന്ന ഒരു പേരക്കുട്ടിയും കുഞ്ഞുമായിട്ടാണ് വരുന്നത്. അപ്പൊ അതാണ് എൻ്റെ ആദ്യത്തെ ഒരു ക്യാമറ ഫേസ് ചെയ്യുന്നതാണ്. ശരിക്കും അന്ന് വലിയ ടെൻഷൻ ഒന്നും തോന്നിയില്ല. പ്രൊഫഷനൊക്കെ ആക്കാമെന്ന് തോന്നല് വന്നത് ഒരു പക്ഷെ ആട്ടത്തിലേക്ക് എങ്ങനെ ഇതില് ജാനകിയിലും വിനയ് ഉണ്ടായിരുന്നു അല്ലെ? വിനയ് അത് കഴിഞ്ഞ് ആട്ടത്തിലേക്ക് ഇങ്ങനെ വന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു പുറത്ത് പോയിട്ട് എങ്ങനെയാണ് എന്നുള്ളത് ആഡ് ചെയ്യുമ്പോഴൊക്കെ കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ അതുവരെ വീട്ടിൽ
ഈ പറഞ്ഞ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്ത് വീട്ടിലൊരു അറ്റ്മോസ്ഫിയറിൽ ചെയ്യുന്ന പോലെയല്ലല്ലോ പുറത്ത് പോകുമ്പോൾ. അപ്പോൾ ആദ്യമൊക്കെ ആഡ്സ് വിളിക്കുമ്പോൾ ഞാനിങ്ങനെ പറയുമായിരുന്നു, എനിക്ക് പുറത്ത് പോയിട്ട് നീ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, അത്യാവശ്യം വലിയ ബ്രാൻഡുകളൊക്കെ ആഡിന് വിളിക്കുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അങ്ങനെ വലിയൊരു ഇല്ല, ആൾക്കാർ പറയുന്ന അഭിപ്രായങ്ങളൊക്കെ നല്ല അഭിപ്രായം, നമ്മളങ്ങനെ ടെൻഷൻ ഇല്ലാണ്ടായപ്പോൾ പിന്നെ അത് അപ്പം ഞാനത് എൻ്റെ ജോലിയുടെ ഒപ്പം തന്നെയാണ് കൊണ്ടുപോയിരുന്നത്. ആഡായിരുന്നപ്പോൾ നമുക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, ഒരു 1 ഡേ ഒക്കെ ആയിരുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോവുമായിരുന്നു. പിന്നെ അവിടെ നിന്നും വിട്ട് അത് ഒന്നിൽ കൂടുതൽ ദിവസത്തിലേക്ക് മാറിയപ്പോൾ പിന്നെ പ്രത്യേകിച്ച് 11th പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടി നമ്മുടെ ഭാഗത്തുനിന്നൊരു പ്രിപ്പറേഷനും പരിപാടിയൊക്കെ വേണമല്ലോ. സംഭവം ഒരു ശരിക്കും പറഞ്ഞ ഈഗോ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന ഇടമാണ്. ഭാര്യ ഭർത്താവിന്റെ വീഗുണ്ട്, നായികയായിട്ട് ഇനി മാറാവുന്നൊക്കെ ഉള്ള അഭിമാനം പോലെ ഒരു സംഭവം ഉണ്ടാവുമോ എന്നുള്ളതാണ്. ഞാൻ അത്രയൊന്നും ചോദിക്കാൻ വന്നതല്ല, ഭർത്താവിന്റെ പ്രോത്സാഹനം ഉണ്ടായിരുന്നു എന്ന് മാത്രമേ അറിയാം. ചെയ്തോളൂ എന്നുള്ളൊരു ധൈര്യം കിട്ടിയത് അവിടെ തന്നെയാണ്. ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ല, ഈ പറഞ്ഞ വളരെ നാച്ചുറൽ ആയിട്ട് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ ഇതൊക്കെ മാറും. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വണ്ടിയായിട്ട് വന്നിട്ട് പിന്നെ ഫോണിൽ വിളിച്ചിട്ട് സജിതേ മതി ഞങ്ങൾക്ക് എന്ന് പറയുമ്പോഴാണ് പ്രശ്നം വരിക. അത് പറയാൻ സാധ്യതയുണ്ട്. അല്ല, ഞാൻ പറഞ്ഞാൽ എനിക്കൊരു വിഷമമില്ല. ഞാനിപ്പോൾ ഇത് ഇവിടെ എഴുതിയിട്ട് അങ്ങനെ പറയുന്ന ഒരു കാര്യമല്ല. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ടാലൻ്റ് ഒരാൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത്, ഞാൻ പറയണത് എൻ്റെ സപ്പോർട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതൊരാളൊരാൾക്ക് കൊടുക്കുന്നൊന്നുമല്ല. പക്ഷെ നമ്മൾ ചേർന്ന് ഒരു കുടുംബം പോകുമ്പോൾ നമ്മൾ ചേർന്ന് പോകാമെന്ന് മാത്രമേ. അപ്പോൾ ഞാൻ നാളെ വേണ്ട എന്ന് പറഞ്ഞാലും ഷി ഹാസ് ഗോട്ട് ഓൾ ദ റൈറ്റ് ടു ഗോ. സൗകര്യമുള്ള ഞാൻ പോയി അഭിനയിക്കുന്നു പറയാൻ കുഴപ്പമൊന്നുമില്ല. അത് ശ്രീത്തിന്റെ ഭാഗത്ത് മാത്രമല്ല അച്ഛൻ്റെ ഭാഗത്തുനിന്നാലും നമുക്ക് ആ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉള്ള കാരണം തന്നെയാണ് ഇത്ര സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ മാർക്കോ ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു 15-20 ദിവസത്തോളം ഇവിടുന്ന് മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്തൊന്നും അതിൻ്റെ ഒരു ടെൻഷൻ നമുക്ക് തരാതെ അത് ഹാൻഡിൽ ചെയ്തത് അച്ഛനും. 2-3 ദിവസമൊക്കെ നമ്മൾ തുടർച്ചയായിട്ട് കുട്ടികളെ വിളിക്കലും എന്തായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്നെ ഏൽപ്പിച്ചില്ലേ, നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളുടെ പണി ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ വർക്ക് ചെയ്തിട്ട് വരാൻ സാധിച്ചു. അച്ഛനായാലും ശ്രീത്താലും അധികവും ചെയ്തിരിക്കുന്നത് കുറച്ച് വില്ലൻ വേഷങ്ങളാണ്. അപ്പോൾ അത്തരം വില്ലൻ വേഷങ്ങളോടാണോ ഇഷ്ടം? എനിക്ക് ചേകവർ എന്ന് പറഞ്ഞൊരു പടം ചെയ്തിട്ടുണ്ട് ശ്രീത്ത്. ആ ക്യാരക്ടറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ബാക്കി എല്ലാവരും പുണ്യാള നെഹ്റൂത്തീസ് പറയുമ്പോൾ ചേകവറാണ് എപ്പോഴും പറയാറ്. അതിലൊരു റോക്കി എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ നെഗറ്റീവ് ചെയ്യാനാണ് ആഗ്രഹം. ചെയ്യാനില്ല, അവർ പെർഫോം. ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ സീരീസ് കാണാത്തതുകൊണ്ടായിരിക്കും. ആ സീരീസ് ഒന്ന് ഓടിച്ചു കണ്ട് അവർ ഭയങ്കര റിയൽ ആയിട്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഹ്യൂമർ, അത് പക്ക ഹ്യൂമറാണ് ആ ക്യാരക്ടർ. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഇപ്പം ഇവർ രണ്ടുപേരും ഇനി ഭാര്യയും ഭർത്താവും മാത്രമായിട്ട് അഭിനയിക്കൂ എന്നുള്ളൊരു പേടിയുണ്ട്. അങ്ങനെയൊന്നുമില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല. അത് കാരണം ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയിൽ അല്ല, സുമതി വളവില് ഭാര്യയും ഭർത്താവാണ്. അഭിലാഷ് നമ്മുടെ വളരെ അടുത്ത സുഹൃത്താണ്. അഭിലാഷ് പിള്ള വളരെ അടുത്ത സുഹൃത്താണ്. വിഷ്ണു വളരെ അടുത്ത സുഹൃത്താണ്. മാളികപ്പുറം ടീമിൻ്റെ തന്നെ ഒരു അടുത്ത സിനിമയാണ്. അതിൻ്റെ പ്രൊഡ്യൂസർ മുരളി ചേട്ടനും വളരെ അടുപ്പമുള്ള ആളാണ്. അപ്പോൾ ആ ഒരു സിനിമയിൽ ഒരുപാട് പേരുണ്ട്, ഒരുപാട്. അതൊരിക്കലും ഒരു വലിയൊരു സ്റ്റാർ കാസ്റ്റുള്ളൊരു സിനിമയാണ്. അതിൻ്റെ അകത്ത് ഞങ്ങളും ഒരു ഭാഗമായിട്ട്, ഒരു സൗഹൃദ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഒരു പിക്നിക്കിന് പോകുന്ന പോലെ പോയി വളരെ ഹാപ്പി ആയിട്ട് ഷൂട്ട് ചെയ്ത് പോകുന്നൊരു സിനിമയാണ് സുമതി വളവ്. ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് കൂടോത്രം എന്ന സിനിമയാണ്. അതിൽ ഞാനും ഉണ്ട്, അവരുണ്ട്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരല്ല. ഞങ്ങൾ രണ്ടുപേരുള്ള കോമ്പിനേഷൻ സീൻസ് തന്നെ ഇല്ല ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 ക്യാരക്ടേഴ്സാണ്. അതിൽ ഞാൻ കുറച്ച് പോസിറ്റീവും ഇവർ കുറച്ച് നെഗറ്റീവുമാണ് ഇതിൻ്റെ അകത്ത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ അഭിനയിച്ച് തുടങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ ചില ആഗ്രഹങ്ങളൊക്കെ, കൊച്ചു ആഗ്രഹങ്ങളൊക്കെ വരും. ഇന്നയാളോടൊപ്പം അഭിനയിക്കണം, ഇന്നയാളോടൊപ്പം ചെയ്യാമെന്ന്. അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടോ മനസ്സിൽ? അങ്ങനെയൊന്നുമില്ല. അല്ല, ആഗ്രഹിക്കുന്നത് കുറ്റപോലല്ലോ. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുമ്പോഴല്ലേ മോഹൻലാലിനോടൊപ്പം ഒക്കെ അഭിനയിക്കാൻ പറ്റുക, മമ്മൂക്കയോടൊപ്പം അഭിനയിക്കുക എന്നൊക്കെ വലിയ സ്വപ്നമായിട്ട് പറയാറുണ്ടല്ലോ. അതുകൊണ്ട് അതൊക്കെ ശരിയാണ്. ഇത്രയും വലിയ ലെജൻസിന്റെ കൂടെ അഭിനയിക്കാൻ അവസരം കിട്ടിയ സന്തോഷമാണ്. ആഗ്രഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് തുടങ്ങിയിട്ടല്ലോ. ഇവിടെ ഞങ്ങള് എല്ലാം എനിക്ക് സിദ്ദിഖയുടെ കൂടെ ആയിരുന്നു ഫസ്റ്റ് ഷോട്ട് മാർക്കൂല. അത്രയും ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടറുടെ കൂടെ നിന്ന് അഭിനയിക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു വലിയൊരു ഇതാണ്. കാരണം അവരൊക്കെ ഡയലോഗൊക്കെ ഒരു വായനയിൽ അത് പഠിച്ചു പറയുന്നു. അതൊക്കെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക്. അവരെ ഇപ്പോൾ സലീമേട്ടൻ്റെ കൂടെ ആയിരുന്നു ഈ കൂടോത്രം എന്ന് പറയുന്ന സിനിമയിൽ. അപ്പോൾ അതൊക്കെ അവരുടെയൊക്കെ ഒരു ആക്ടിംഗ് ഒക്കെ കാണാൻ പറ്റുക, അവരുടെ കൂടെയൊക്കെ ഇങ്ങനെ പെർഫോം ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടി എന്നുള്ളതിന് ഒരു വലിയ എല്ലാവർക്കും അറിയാമോ? അതിൻ്റെ അകത്ത് നിങ്ങൾ ഭാര്യ അത് അറിയാമായിരുന്നോ? അപ്പോൾ എല്ലാവർക്കും അറിയാം, കുറച്ച് പേര് അറിയാത്തുണ്ട്. അപ്പോൾ ഞാൻ അന്ന് മാർക്കോ ചെയ്യുമ്പോൾ ആരോ ചോദിച്ചു, ഈ
ഈ ചേച്ചി എന്താ ഇവരെന്താ എപ്പോഴും ഈ ശ്രീജിത്ത് രവിയുടെ കൂടെ നടക്കും നടന്നോണ്ടിരിക്കണമെന്ന് ചോദിച്ചിരുന്നു. അപ്പൊ അത് തിരിച്ചോ, ഞാനെപ്പോഴും തന്റെ കൂടെ ശ്രീജിത്തിന്റെ കൂടെ നടക്കണേ നടന്നോണ്ടിരിക്കണം എന്നൊരു സംശയം അവിടെ ഇങ്ങനെ സെറ്റിൽ എല്ലാവർക്കും അറിയില്ലല്ലോ. ഇപ്പോഴാണ് കുറെ പേർക്കൊക്കെ അറിയുന്നത്. സെറ്റിൽ പല ആൾക്കാർക്കും ആ സമയത്ത് അറിയില്ല. പിന്നെ നമ്മൾ ഒരുമിച്ചാണോ വരുന്നത് പോലും ചിലപ്പോൾ നമ്മുടെ സെറ്റും ലൊക്കേഷൻ പ്രൊഡക്ഷൻ വണ്ടിയിലായിരിക്കും വരുന്നത്. പ്രൊഡക്ഷൻ പല ആർട്ടിസ്റ്റും വരുന്ന കൂട്ടത്തിൽ 2-3 ആർട്ടിസ്റ്റ് ഒരുമിച്ച് വരുമ്പോൾ ഞാനും ഇവരുമുണ്ട്. അപ്പോഴും ഈ ബന്ധം അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സംശയം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ക്ലാരിഫൈ ചെയ്ത് പല ആൾക്കാർ 1-2 ആൾക്കാർക്ക് ക്ലാരിഫൈ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അതൊരു എന്താ പറയുക, ഈ നേരത്തെ പറഞ്ഞ പോലെ ഭാര്യ ഭർത്താവ് എന്നുള്ള രീതിയിനേക്കാൾ കൂടുതൽ 2 ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതുവരെ നമ്മൾ ട്രീറ്റ് ചെയ്ത ആൾക്കാർ. മാത്രമല്ലേ വേണ്ടു. കാരണം അതിലാകെയുള്ളതെന്ന് വെച്ചാൽ ഒരു റൂമാണ് തരാന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ടെൻഷനൊന്നുമില്ലല്ലോ. അതെ, ഒറ്റ റൂമാണ് തരാ. ഒരുപാട് രീതിയിൽ നമുക്ക് പ്രൊഡക്ഷൻ അത് ലാഭമാണ്. അവർക്കും അത് ഗുണം ചെയ്യും. 2 റൂം കൊടുക്കണ്ട. അതെ അതെ. റെമുനറേഷൻ ഒക്കെ ചോദിച്ചു വാങ്ങിക്കാറുണ്ടോ? റെമുനറേഷനൊക്കെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ. ചോദിച്ച് അങ്ങനെയില്ല, അതെന്തായാലും ഇല്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ പറയും അത് അവരുടെ പ്രൊഫഷനാണ്. ഞാനത് അതിൽ ഞാൻ എന്താണ് ക്യാരക്ടർ, എത്ര ദിവസം വേണം, എന്താണ് നിങ്ങൾ പേയ്മെന്റ് ചെയ്യാൻ പോകുന്നത് ഒക്കെ നിങ്ങൾ നേരിട്ട് സംസാരിക്കാം. അതായത് ചിലപ്പോൾ നമ്പർ ഇല്ലാത്തതുകൊണ്ട് തന്നെ വിളിക്കുന്നു. അപ്പൊ അച്ഛനെയും ചില ആൾക്കാർ അച്ഛൻ നമ്പർ തരുമോ തന്നെ വിളിക്കുന്നുണ്ട്. അപ്പൊ ഞാനിതിന്റെ ഒരു മാനേജർ എന്നുള്ള രീതിയിൽ ആ ഭാഗം വിട്ടേക്കും. എന്നെ വിളിക്കേണ്ട ആൾക്കാർ എന്നെ വിളിക്കും. എല്ലാവർക്കും പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മാർക്കോ പറയുന്നത്. അത് കുറച്ച് പിന്നെ നെഗറ്റീവാ. കുറച്ച് നല്ല ആദ്യം നെഗറ്റീവായിട്ട് തന്നെയാണ് അവര്. അത്ര റഫ് ആൻഡ് ടഫ് ആണോ യഥാർത്ഥ ജീവിതത്തിൽ സജിത? റഫ് ആൻഡ് ടഫ് എന്നോട് കുറച്ച് റഫ് ആൻഡ് ടഫ് ഒക്കെയാണ്. പല ആൾക്കാരും ചോദിക്കും, ഇത്രയും ചിരിക്കുകയും ഇത്രയും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരാൾ എങ്ങനെ ഇത്രയും ഒരു റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ക്യാരക്ടർ അതിൻ്റെ അകത്ത് ചെയ്ത് കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടർ. കാരണം എന്ത് പറഞ്ഞാലും ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ സഞ്ജു എന്ന് വിളിക്കുക. അപ്പോൾ സഞ്ജുവിൻ്റെ ചിരി എന്നൊരു വാക്ക് തന്നെയുണ്ട്. നമ്മളിപ്പോൾ കൂട്ടായ്മകളിലൊക്കെ അവരില്ലെങ്കിൽ അയ്യോ സഞ്ജുവിന്റെ ചിരി മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ, സഞ്ജുവിന്റെ. കാരണം അത് എത്ര ദൂരെ നിന്നാലും നമുക്കിത് കേൾക്കാം. ഇപ്പം നമ്മളിപ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവരെവിടെയാണെന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല, ഏത് ക്യാരവാനാന്ന് പോലും അന്വേഷിക്കേണ്ട കാര്യമില്ല, നമുക്ക് ചിരി പുറത്തുനിന്ന് കേൾക്കാം. അപ്പോൾ ഇവരിങ്ങനെ അത്രയും എൻജോയ് ചെയ്ത് ലൈഫിൽ ഈ പറഞ്ഞ ആ ചെറിയ ചെറിയ തമാശകളായാലും ഭയങ്കരമായിട്ട് ചിരിക്കുകയും അത് എൻജോയ് ചെയ്തതാണ്. പിന്നെ ദേഷ്യപ്പെടുന്ന സന്ദർഭങ്ങൾ ഞാൻ മാത്രമേ കാണുന്നുള്ളൂ. അതങ്ങനെയാണല്ലോ. എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? അതിന് സാഹചര്യങ്ങൾ കുറവൊന്നുമില്ല. വളരെ അടുത്തറിയുന്നവർക്ക് മാത്രമേ, മക്കൾക്ക് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഇത് ഈ ടെമ്പറിന്റെ മറുവശം ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. മാർക്കോ ചെയ്യുന്ന സമയത്തും ആകെ അസിസ്റ്റൻസ് ഒക്കെ വന്ന് പറഞ്ഞത് എഡീസ് വന്നു, ചേച്ചി ആവശ്യമില്ല ചിരിക്കാതെ ക്യാരക്ടർ അത്ര റഫാണല്ലോ. ഞാൻ പറഞ്ഞത് പുറത്ത് അറിയാത്ത കാരണമാണ്. നന്നായിട്ട് നല്ല ക്രൂരമായ മുഖഭാവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. എന്തിനാ എപ്പോഴെങ്കിലും എപ്പോഴാണ് നമ്മൾ ദേഷിക്കുന്നത്? അല്ല, പൊതുവെ എനിക്ക് എല്ലാം നീറ്റായിരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള കൂട്ടത്തില്. അതിപ്പോ ഈ വീട്ടില് ഞങ്ങള് താമസമില്ല, പക്ഷെ ഇതിപ്പോ ഒരു സാധനം നെയിൽ കട്ടർ എവിടെയുണ്ടെന്ന് ചോദിച്ചു, അത് അവിടെയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെയുണ്ട് എന്നുള്ളത് ഈ അവിടെ എന്നുള്ളത് ഇവരുടെ മനസ്സിലുണ്ട്, എനിക്കറിയില്ലല്ലോ. സ്ഥലങ്ങൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇത്രയും വർഷമായിട്ട് അത് അറിയണം നമ്മൾ ആഗ്രഹിക്കുമല്ലോ. എനിക്കതൊന്നും ഓർമ്മയുണ്ടാവില്ല. അപ്പൊ ഞാനത് പോയിട്ട് അവിടെ നോക്കി ഇവിടെ ഇല്ല. അപ്പൊ ഞാൻ വന്ന് എടുത്ത് തന്നാൽ ശരിയാക്കി തരാന്ന് പറഞ്ഞാൽ അവിടെ പോയി കഴിയുമ്പോൾ ഇത് കൺമുമ്പിൽ തന്നെ ഈ സാധനം ഉണ്ടാകും. അതിപ്പോ പല വീടുകളിലും സംഭവിച്ച കാര്യം. അപ്പൊ അതിനൊക്കെ നല്ല ദേഷ്യമാണ്. അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ മതി ദേഷ്യപ്പെടാൻ. അപ്പൊ അതൊക്കെ ആവശ്യത്തിനുണ്ട് ഇവിടെ വീട്ടില്. ഈ വീടാണ് ശരിക്കും അച്ഛൻ ജനിച്ച വീടല്ലേ? ഇതാണ് ഞാൻ ജനിച്ച വീട്. അച്ഛൻ ജനിച്ച വീടല്ല, അച്ഛൻ വെച്ച വീടാണ്. അച്ഛൻ വെച്ച വീടാണ്. ഞാൻ ജനിച്ചത് അല്ല, ചേട്ടൻ ജനിച്ചതും പഴയ തറവാട്ടിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ പ്രായവും ഈ വീടിന്റെ പ്രായവും ഒന്നാണ്. അങ്ങനെ ഒരു സെന്റിമെന്റ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ വീട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. താമസം ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈ പറഞ്ഞ സൗകര്യം, കുട്ടികളുടെ സ്കൂൾ സൗകര്യത്തിന് വേണ്ടിയിട്ട് അവരുടെ സ്കൂളിൻ്റെ അടുത്തൊരു ഫ്ലാറ്റ് എടുത്ത് അവിടെയാണ് താമസിക്കുന്നത്. അറേഞ്ച്ഡ് ആണ്. പക്ഷെ അതിന് തുടക്കം ഒരു ശരിക്കും പട്ടാമ്പിക്കാരാണ്. പട്ടാമ്പി ഞങ്ങളുടെ ക്യാമറാമാനും പട്ടാമ്പിയിൽ നിന്ന് അല്ലേ തൃശ്ശൂരൊക്കെ എങ്ങനെ ശരിക്കും എങ്ങനെ പ്രണയിച്ചത്? ഡിസ്റ്റന്റ് റിലേറ്റീവ്സ് ആണ്. അപ്പൊ ഈ ഫംഗ്ഷൻസിനൊക്കെ അവിടെയും ഇവിടെയൊക്കെ വല്ലപ്പോഴൊക്കെ കാണാറുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു ഈ മയൂകം ചെയ്ത് നിൽക്കുന്ന സമയത്താണ് നിങ്ങളുടെ കോളേജിലേക്ക് ഒരു ആദ്യം കാണുന്നത്. എപ്പോഴാണ് ആദ്യം കാണുന്നത്? എനിക്കൊന്ന് സജിത കാര്യം കൃത്യമായിട്ട് പറയാൻ പറ്റും. പെൺകുട്ടികളാണ് അത് ഭയങ്കര ഭംഗിയായിട്ട് പറയാൻ പറഞ്ഞത്. തെറ്റിപ്പോയി കഴിഞ്ഞാൽ പ്രശ്നം അറിയണ്ടാവും. ഞങ്ങളുടെ ഒരു കസിന്റെ ഒരു കല്യാണം എൻഗേജ്മെന്റ് ഉണ്ട് തൃശ്ശൂർ.
അത് പട്ടം. അല്ല അത് പെരിങ്ങോട്. പെരിങ്ങോട് വെച്ചാലേ. അപ്പൊ അവിടെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. എൻഗേജ്മെന്റ് ആയിരുന്നു. എൻഗേജ്മെന്റ് അന്ന് സിനിമ നടനൊന്നും ആയിട്ടില്ല. ഞാൻ സിനിമയിലുണ്ട്. ഞാൻ സിനിമ അധികമൊന്നുമില്ല, പടമൊക്കെ ചെയ്ത് കാണുന്നു. ചാന്തുപൊട്ടൊക്കെയാണ്. മയൂകം ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ അറിയായിരുന്നു ഇത് ആരാണെന്നൊക്കെ അറിയാം. അച്ഛനെ ഞങ്ങളൊന്നും സംസാരിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ട് ഇത്തിരി കുറച്ച് സൗന്ദര്യമുള്ളൊരു കുട്ടിയെ കണ്ടപ്പോൾ ഞാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് എൻ്റെ കല്യാണ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്ക് 29 വയസ്സൊക്കെ ഉണ്ട്, 30 വയസ്സാവാറായിട്ടുണ്ട് ആ സമയത്ത്. അപ്പോൾ ആ സമയത്ത് കല്യാണ അന്വേഷണം നടക്കുന്ന സമയത്ത് നമ്മുടെ ഒരു സംഘത്തിൻ്റെ അകത്തുള്ള ഒരു എൻഗേജ്മെൻ്റ് ഒക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛനും അമ്മയും, അമ്മ പ്രത്യേകിച്ച് ഒരു കാര്യമായ അന്വേഷണം ചുറ്റും നോക്കുന്നുണ്ടാവും. വീക്ഷണം കുറച്ച് കൂടുതലുണ്ടാവും. അപ്പോൾ അങ്ങനെ കൂട്ടത്തിൽ ഞാൻ എൻ്റെ വീക്ഷണ കോണകത്തിൽ ഇത് കണ്ടപ്പോൾ ഞാനിത് പറഞ്ഞു, ഇങ്ങനെ ഒരാളുണ്ട്, ഒന്ന് അന്വേഷിച്ചോളൂ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അമ്മ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, അപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻ കുറച്ച് തെറ്റായിരുന്നു. അവർ 11th പഠിക്കുകയോ മറ്റോ ആണെന്ന് പറഞ്ഞിട്ടാണ് ഇൻഫർമേഷൻ കിട്ടിയത്. അപ്പോൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വിവരം കിട്ടിയത് തെറ്റിപ്പോയി. അപ്പം ഞങ്ങളങ്ങനെ അത് വിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ഇവരുടെ കോളേജിൽ ഫംഗ്ഷന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചത്. പാലക്കാട് മേഴ്സി. അവിടെ എന്തോ ഒരു ഫംഗ്ഷന് വേണ്ടി ഇങ്ങനെ ഒന്ന് ആർട്ടിസ്റ്റിനെ കിട്ടുമോ എന്ന് പറഞ്ഞപ്പോൾ പരിചയമുള്ള ബന്ധമൊക്കെ വെച്ചിട്ട് അന്വേഷിക്കാൻ അങ്ങനെ ഒരിക്കൽ അങ്ങനെ വിളിച്ചു. അങ്ങനെ വിളിച്ച് പിന്നെ അങ്ങനെ പിന്നെ സൗഹൃദമായി. എപ്പോഴും ഒരു പരിപാടിക്ക് വരികയും ചെയ്തില്ല. പരിപാടിക്ക് പോയില്ല, പോകാൻ പറ്റിയില്ല. വേറെ ഷൂട്ടിംഗ് ഒന്നും അതിന്റെ പ്രശ്നം ഉണ്ടായോ കോളേജിൽ? ഇല്ല, അത് നമ്മൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരുന്നല്ലോ. പരിപാടിക്ക് വരാൻ ഏറ്റിട്ടില്ല. ഏറ്റാൽ ഞാൻ പരമാവധി പോകാറുണ്ട്. പ്രണയം ആദ്യം തുറന്നു പറഞ്ഞാരാ? ഞാൻ പറഞ്ഞത് എപ്പോഴും ആളുകളാണല്ലോ പറയുന്നത്. പറയാനുള്ളൊരു ധൈര്യം വന്നത് എനിക്കാ. ശരിക്കും ശ്രീധന് ഇഷ്ടമായിരുന്നു, സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോ ഇഷ്ടമൊക്കെ തോന്നി. എന്ത് കാണുന്നത് അങ്ങനെ ചോദിച്ചത്? അല്ല അല്ല എന്ത് കണ്ട അങ്ങനെ ചോദ്യം ധ്വനി ഉണ്ടായിരുന്നില്ലേ? ധ്വനിയുടെ പശ്ചാത്തലം ഞാൻ പറയാം. സാധാരണഗതിയിൽ സിനിമ നടനാണ്. പിന്നെ അച്ഛനറിയാമല്ലോ. അച്ഛനെ കുറിച്ച് ഇപ്പൊ ഞാൻ നമ്മുടെ കാലത്ത്, ഞാൻ കുറച്ച് പഴയ ആളാണ്. അപ്പൊ അക്കാലത്ത് ഭയങ്കര അദ്ദേഹം ടി.ജി. രവി എന്ന് പറഞ്ഞ ഭയങ്കര സ്ത്രീകൾക്കൊക്കെ പേടിയുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഉള്ള കഥകളിലൊക്കെ കേൾക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരം ഒരു ഭയപ്പാടിന്റെ ഒരു അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന അർത്ഥത്തിലാണ് ഞാൻ ചോദിച്ചത്. അല്ല വേറെ ഒരു ക്ലാരിറ്റി കുറവ്. ആകെ കണ്ട ആ സമയത്ത് കണ്ടിട്ടുള്ള ഒരു പടം ധ്രുവവും സദയവും മാത്രമേ. രണ്ടും നല്ല കല്യാണം കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴാണ് പാവങ്ങളും കാണുന്നത്. അച്ഛൻ്റെ ഒരു സിസ്റ്ററിനെ എൻ്റെ അച്ഛൻ്റെ ചേട്ടനാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്, അച്ഛൻ്റെ ഒരു കസിൻ. അപ്പൊ അവർക്കൊക്കെ അച്ഛനെ കുറിച്ചൊരു സിനിമാ നടൻ എന്നുള്ള രീതിയിലൊന്നും ആരും അച്ഛനെ കുറിച്ച് സംസാരിക്കണം ഞാൻ കേട്ടിട്ടില്ല. അവർക്കൊക്കെ രവിയേട്ടൻ വേറൊരു രീതിയിലുള്ള ഒരു ഇതായിരുന്നു. അപ്പൊ അങ്ങനെയാണ് അച്ഛനെ കുറിച്ച് എനിക്ക് കേട്ട് കേൾവി. പിന്നെ ഞാൻ ഈ പറഞ്ഞ മാതിരി വേറെ പടങ്ങളൊന്നും കണ്ടിട്ടില്ല. ധ്രുവം എനിക്ക് ഭയങ്കര ഇഷ്ടം. സംഭവിക്കുമായിരുന്നു എനിക്കറിയില്ല. അല്ല, പിന്നെയും പലപ്പോഴും അച്ഛനെ എനിക്ക് തോന്നുന്ന ശ്രീധനെ കാണുന്നതിനേക്കാൾ കൂടുതൽ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പല ഫംഗ്ഷനും വെച്ച്. അപ്പൊ വളരെ നന്നായിട്ട് ഒരുപാട് തമാശകൾ പറയുന്ന അങ്ങനെ ഒരാളായിട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു ടെൻഷൻ തോന്നിയിട്ടില്ല. അച്ഛനാണ് സത്യത്തിൽ പല കാര്യങ്ങൾക്കും ഇവർ തമ്മിലുള്ള പലപ്പോഴും അച്ഛനിപ്പോൾ താമസിക്കുന്ന ചേട്ടൻ്റെ വീട്ടിലാണ്. അപ്പോൾ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ ഏറ്റവും അധികം സംസാരം നടക്കുന്നത് സഞ്ജുവും അച്ഛനായിട്ടാണ്, ഞാനും അച്ഛനായിട്ടല്ല. ഇവർ വളരെ അടുത്ത സൗഹൃദം അങ്ങനെ പുലർത്തുന്ന ആൾക്കാരാണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ സിനിമ വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും നല്ല ഒപ്പീനിയൻ വന്നിരിക്കുന്നത് അവിടെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആ കൊച്ചു പ്രണയം ഒരു വിവാഹത്തിലേക്ക് അല്ലേ? വിവാഹം കഴിഞ്ഞപ്പോൾ ആണോ ശരിക്കും നിങ്ങളെ പരസ്പരം മനസ്സിലാക്കാൻ പറ്റിയത്, അതോ വിവാഹത്തിന് മുമ്പ് തന്നെ നിങ്ങൾ? അത് വിവാഹത്തിന് മുമ്പുള്ള നമ്മുടെ സ്വഭാവം ലോകത്തെ ഏറ്റവും നല്ല സ്വഭാവമായിരിക്കുമല്ലോ. അത് പ്രണയിച്ചവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ എല്ലാ കൊള്ളരുതായ്മയും എല്ലാവരും മനസ്സിലാക്കുന്നത് കൂടെ കിടക്കുന്നവരെ രാപ്പനി അറിയുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ അപ്പോഴേ മനസ്സിലാവുള്ളൂ. അതുവരെ നമ്മളൊരു എന്താ പറയുക, ഒരു ക്ലൗട്ട് എന്തായാലും ഉണ്ടായിരിക്കും. ഉണ്ടാവണമെന്നല്ല, ഇല്ലാത്തവരുണ്ടായിരിക്കാം. പക്ഷെ അത് എനിക്ക് തോന്നുന്നു പ്രണയിച്ചധിക കാലമൊന്നും അങ്ങനെ നടന്നിട്ടൊന്നുമില്ല. ഒരു 1.5 വർഷം, ഒരു വർഷം. അത് കഴിയുമ്പോഴേക്കും കല്യാണം ഫിക്സ് ചെയ്തു. പിന്നെ ഒരു വർഷം, പിന്നെ 6 മാസം എന്താ പറയുക കൺസെന്റോട് കൂടിയുള്ള പ്രണയം. അത് നിശ്ചയം കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് കല്യാണം. അപ്പോൾ വളരെ പെട്ടെന്നായിരുന്നു പ്രണയവും ഉടനെ തന്നെ കല്യാണം എന്നുള്ള രീതിയിൽ. അങ്ങനെ ഒരുപാട് നാൾ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും പ്രണയിച്ച പോലെ 10-12 വർഷമൊന്നും പ്രണയിച്ചു, 15 വർഷം മറ്റോ അവർ പ്രണയിച്ചത്. അപ്പോൾ അതുപോലെയുള്ള ലോങ് പ്രണയമൊന്നും ആയിരുന്നില്ല, വളരെ ഷോർട്ട് ടേം ആയിരുന്നു. അത് ഇമ്മീഡിയറ്റ്ലി കല്യാണത്തിലേക്ക് എത്തി. ശ്രീധത്തിൽ കാണുന്ന ഒരു വലിയ ക്വാളിറ്റി എന്താ? ശ്രീധി പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടീവാണ്. നമുക്ക് നമ്മുടെ ഒരു സ്പേസ് തരുന്ന ഒരു
ഒരാളാണ്. പരമാവധി ഇപ്പോൾ ഒരു വീട്ടിലാണെങ്കിലും എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ, സോ കോൾ ന്യൂ ജനറേഷനൊക്കെ ഇപ്പോൾ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഈക്വലി ഡിവൈഡ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾ 17-18 വർഷങ്ങൾക്ക് മുന്നേ അങ്ങനെ ആയിരുന്നു. അതായത് അല്ല, വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും സഹായിക്കുന്നത്. എൻ്റെ അച്ഛനൊന്നും വീട്ടില് അമ്മയെ സഹായിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോ എല്ലാ കാര്യങ്ങൾക്കും ഇപ്പൊ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും ഈക്വലി എഫേർട്ട് എടുക്കാൻ എപ്പോഴും തയ്യാറായിരുന്നു. അച്ഛനാരും പറഞ്ഞപ്പോ അത് അന്ന് വളരെ കൃത്യമായ ഡിമാർക്കേഷൻ, അത് ജോലി എടുക്കുന്നത് ഇന്നാണ്. പക്ഷെ അമ്മ ജോലി എടുക്കുന്നില്ല, അമ്മ ടീച്ചറാണ്. അല്ല, ഞാൻ പറഞ്ഞത് ചില ജോലികൾ ചില ആൾക്കാർക്ക് അങ്ങനെ വളരെ കൃത്യമായ ഡിമാർക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ ഇല്ല. ഞങ്ങളിപ്പോ അതൊക്കെ കഴിഞ്ഞല്ലോ. അത് ഞങ്ങൾ 17 വർഷം മുമ്പേ ഇല്ലാത്ത ആൾക്കാരാണ്. അങ്ങനെ തന്നെയാണ് വരുമ്പോഴും എല്ലാ കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ വീട്ടിലെ സെർവന്റ് ഇല്ലെങ്കിൽ ഇതിനെ മാറ്റി ചോദിക്കണം, ഇത് ഇടിവെല്ലാം കൊടുത്ത് അങ്ങനെ വളരെ നന്നായിട്ട് ചെയ്യുന്ന പണികൾ ചെയ്യും. എന്താണ് നന്നായി ചെയ്യുന്ന ജോലി? നന്നായി പാത്രം കഴുകൽ ശ്രീത്തിന്റെ പണിയാണ്. അത് വളരെ നന്നായി കോവിഡ് കാലഘട്ടം കഴിഞ്ഞു വന്നപ്പോ സിനിമ ജീവിക്കാം. പിന്നെ കോവിഡ് കാലഘട്ടം കഴിഞ്ഞു വന്നപ്പോ എന്റെ സെർവന്റ്, ആ സമയത്ത് നമുക്ക് ആരും സഹായത്തിനൊന്നും ഇല്ല, അവരൊക്കെ വീട്ടിൽ തന്നെയായിരുന്നു. നമ്മൾ പാത്രങ്ങളൊക്കെ പുതിയത് മേടിച്ചു. അതെ, പക്ഷെ ഒരു ദിവസം മുഴുവൻ അങ്ങനെ ഇരിക്കും. നമ്മൾ ആ ഒരു പാത്രങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കാൻ പറ്റില്ല. കുക്ക് ചെയ്യും അത്യാവശ്യം. അതിപ്പോ അടുത്ത് തുടങ്ങിയതാണ്. അതിന് കോവിഡ് കാലമൊക്കെ പല ആൾക്കാരും അതിലേക്ക് ഭയങ്കര ഇഷ്ടത്തോട് എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് തുടങ്ങി. എനിക്കറിയണതില്ല, എനിക്ക് ഇഷ്ടമാവും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. അതിപ്പോ അടുത്ത് തുടങ്ങിയതാണ്. കുട്ടികൾക്ക് വേണ്ടിട്ട് ഇങ്ങനെ പലതും പരീക്ഷണമൊക്കെ തുടങ്ങിയപ്പോ ഇഷ്ടമാണ്. അതിന് ഭയങ്കര പേഷ്യൻസ് ഉണ്ട്. പക്ഷെ അതും ഈ പറഞ്ഞ മാതിരി ഞാൻ രാവിലെ തുടങ്ങിയ രാത്രിക്ക് ബിരിയാണി ആവും. തലേ ദിവസം റെഡിയാക്കി വെക്കണം. അച്ഛനമ്മയും വരുമ്പോ ബിരിയാണി, ശ്രീജിന്റെ ഒക്കെ ബിരിയാണി ഉണ്ട് എന്ന് പറയും. ഭക്ഷണപ്രിയനാണോ? അത്യാവശ്യം നല്ല ഭക്ഷണമൊക്കെ നന്നായി കഴിക്കും. സജിതയുടെ ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ട് മോശം ക്വാളിറ്റി പിന്നെ ചോദിക്കാം. ഞാൻ പിന്നെ പറയാം, ഇവിടെ പറയാൻ നല്ല ക്വാളിറ്റി പറഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു മോശം ക്വാളിറ്റി ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. അല്ല, ഞാൻ പറയും ടെമ്പർമെന്റ് എന്നൊക്കെ പറയുന്ന ഒരു മനുഷ്യനുണ്ടാവുന്ന ഒരു കാര്യമാണ്. അതൊരു മോശം ക്വാളിറ്റി ആയിട്ട് ഞാൻ, കാരണം എനിക്കും ഒരു സമയത്ത് ഭയങ്കര ടെമ്പർമെന്റൽ ആയിട്ടുള്ള ആളായിരുന്നു ഞാൻ. അപ്പോൾ അതൊരു പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക് ട്രേറ്റ് എന്നല്ലാതെ അതൊരു മോശം ക്വാളിറ്റി എന്നൊന്നും എനിക്ക് വിശേഷിപ്പിക്കാൻ പറ്റില്ല. ബേസിക്കലി വളരെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. നമ്മൾ പറഞ്ഞാൽ ഒരു പൊട്ടിത്തെറിയുടെ മുകളിലോ അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു സ്പർ ഓഫ് ദ മൊമെന്റിലുള്ളൊരു ആങ്കർ വിട്ട് കഴിഞ്ഞാൽ ഷീ ടേക്സ് എ ടൈം ടു അണ്ടർസ്റ്റാൻഡ്. വളരെ കൃത്യമായിട്ട് ഒരു മനുഷ്യനെ മനസ്സിലാക്കുന്ന രീതി എനിക്ക് വളരെ ഈസി ആയിട്ട് നമ്മളെ എന്താ പറയുക, നമ്മളെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. നമ്മുടെ എല്ലാ ശരികളും എല്ലാ തെറ്റുകളും അതിൻ്റേതായൊരു രീതിയിൽ മനസ്സിലാക്കാനും നമ്മളതിൻ്റെ കൂടെ യാത്ര ചെയ്യിക്കാനും അവർക്ക് സാധിക്കുന്നുണ്ട്. നല്ല കുട്ടിയാണോ ശ്രീജിത്ത്? എന്റെ അഭിപ്രായത്തിൽ അതെ, നല്ല കുട്ടിയാണ്. അതാണ് എന്റെ ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ്. വേറെ ആർക്കും അതിനകത്ത് ഗുഡ് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റും. ഞാൻ വേറെ ആരെങ്കിലും ഞാൻ ചോദിച്ചിട്ടില്ല. 20 വർഷത്തോളായിട്ട് എനിക്ക് അറിയുന്ന ഒരാളാണ്, എനിക്ക് ഇൻ ആൻഡ് ഔട്ട് അറിയുന്ന ഒരാളാണ്. എന്റെ അഭിപ്രായത്തിൽ നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു അച്ഛനാണ് ഉറപ്പായും. വളരെ നല്ലൊരു ഈ പറഞ്ഞ പോലെ 2 കുട്ടികളുടെ പേര് ഞാൻ കുറെ നേരം വായിക്കാനൊക്കെ നോക്കി. ഭയങ്കര എന്താ ഇങ്ങനെ ആരും വിളിക്കണമെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ. ഞങ്ങള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ അഭിപ്രായം ഒറ്റടിക്ക് വന്ന രണ്ട് കാര്യങ്ങൾ 2 കുട്ടികളുടെ കാര്യത്തിലും അടി കൂടിയിട്ടൊരു ഡിസിഷനിൽ എത്തുന്ന ആൾക്കാർ. ഒരു അഭിപ്രായം പോലും ഞങ്ങൾക്ക് ഒരു കാര്യത്തിലും വരില്ല. അതൊന്നും എനിക്ക് തോന്നുന്നു ഈ പിള്ളേരുടെ പേരിന്റെ കാര്യത്തിലും പിന്നെ ഇപ്പൊ സിനിമകളുടെ കാര്യത്തിലും മാത്രമാണ് ഞങ്ങൾക്ക് ഒരേ അഭിപ്രായം വന്നിട്ടുള്ളത്. ബാക്കി ഒന്നിനും ഒറ്റ കാര്യത്തിലും ഞങ്ങൾക്ക് വരില്ല. ഇപ്പൊ ഇന്ന് മോന്റെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടി ഒരു ഡ്രസ്സ് വാങ്ങാൻ പോയിട്ട് പോലും ഞങ്ങൾക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അത്രയ്ക്ക് ഇതാണ്. പക്ഷെ ഈ പേരിന്റെ കാര്യത്തില് ഞങ്ങൾ അതൊരു ഒന്നൊന്നര യോജിപ്പാണ്. കാരണം ഒരു അങ്ങനൊന്നും വരില്ല. എന്താ ഞാൻ അച്ഛനോട് ചോദിച്ചു ഇതേ പേര്, അച്ഛൻ ഇങ്ങനെ വളച്ചു തിരിച്ച് എന്തൊക്കെയോ പറഞ്ഞു ഇതാണെന്തോ. അതാണ് മൂത്തയാളെ പേര്. ഋത്വിഞ്ജയ്. എങ്ങനെ 2 പേർക്ക് ഒരേപോലെ ഇങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചത് ഞാനാണ്. അത് വളരെ യൂണീക്ക് ആയിട്ടുള്ള ഒരു പേര്. ഋജ്രശ്വ എന്ന് പറഞ്ഞാൽ ശക്തിയേറിയ കുതിരകളോട് കൂടിയവൻ. ഋജ്രശ്വ, ഋത്വിഞ്ജയ് എന്ന് പറഞ്ഞത് സംസ്കൃതമാണ്. അപ്പോ എനിക്ക് ഭയങ്കര
എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര പവർഫുൾ ആയിട്ട് തോന്നിയൊരു പേരാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ പേരുകളെ കുറിച്ച് കുറച്ച് അഭിപ്രായ വ്യത്യാസം. ശ്രീജിത്ത് സജിത പഴഞ്ചനല്ലേ? വളരെ പിന്നെ ഭയങ്കര കോമൺ ഭയങ്കര കോമൺ ആയിട്ടുള്ള പേരാണ്. അല്ല അങ്ങനെയാണ് നിങ്ങൾ പുതിയ പേര് കേട്ടോ, നമ്മൾ ഗസറ്റ് കൊടുത്താൽ മതിയല്ലേ? അല്ല ഇപ്പം ആർട്ടിസ്റ്റുകളൊക്കെ പുതിയ പേരിടുന്നുണ്ട്. ഇപ്പൊ ശ്രീജിത്തേന്ന് വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ പോയി ശ്രീജിത്ത് വിളിച്ച ഒരു 15 പേരെങ്കിലും തിരിച്ചു അവസ്ഥയായിട്ട് 15 ഒരു 5 പേരെങ്കിലും ഉണ്ടാവും. ഇതൊക്കെ കാരണമായിരിക്കും ചിലപ്പോൾ എനിക്ക് അങ്ങനെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പേര് വേണമെന്ന് തോന്നി. ഇത്രയും ഡിഫറെന്റ് ആവും ഞാനും വിചാരിച്ചില്ല. പക്ഷെ ഞാൻ എന്റെ മോനോട് ചോദിച്ചു, കാരണം ഇത് ചോദിച്ചു, കാരണം ഇത് മാറ്റണോ, പേര് മാറ്റണോ എനിക്ക്. കാരണം പല ആൾക്കാരും ഈ അഭിപ്രായം പൊതുവായിട്ട് പറയുന്നു, ആർക്കും വിളിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അവന്റെ കൂട്ടുകാർക്കൊന്നും പ്രശ്നമില്ല. അവൻ കാണുന്ന അവന്റെ ജനറേഷൻ നിൽക്കുന്ന അവനോട് സംബന്ധിക്കുന്ന ആൾക്കാർക്കൊന്നും റിജുരശ്വ എന്നുള്ള പേര് പ്രശ്നമൊന്നുമില്ല. യൂസ്ഡ് ആയിട്ടുള്ള പേരാണ്. അപ്പോൾ അവൻ മാറ്റണ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ആ പേര് ഭയങ്കര ഇഷ്ടമാണ്, ആ പേര് മാറ്റുന്ന പ്രശ്നമില്ല. മറ്റേ ആൾക്കും ഋത്തുഞ്ജയ് എന്നുള്ള പേര് കുറച്ചും കൂടി ഈസിയറാണ്. അപ്പോൾ അത് ഈസിയറായിട്ട് അപ്പൊ കുറെ ആൾക്കാർ മൃത്യുഞ്ജയ് ആയിട്ട് തെറ്റിദ്ധരിക്കുന്നുണ്ട്. മൃത്യുഞ്ജയ് അല്ല, ഋതുഞ്ജയ് ആണ്. ഋതുക്കളെ ജയിച്ചതെന്നാണ്. ഈ പ്രശ്നം ഈ ഡ്രസ്സൊക്കെ എടുക്കാൻ വലിയ പാടായിരിക്കുമല്ലോ. പരമാവധി ഒരുമിച്ച് പോകില്ല. ഞാനൊരു വശത്തിരിക്കും, ഇതാണെന്ന് പറഞ്ഞ് കൊണ്ടുവരും, അതിന് കാശ് കൊടുക്കും, തിരിച്ചു പോകും. എപ്പോഴെങ്കിലും ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തതൊക്കെയാണ് വളരെ ചുരുക്കം. ഇല്ല അങ്ങനൊരു ഇഷ്ടപ്പെട്ടില്ല. വളരെ എനിക്കത് അറിയാവുന്നതുകൊണ്ട് ഞാൻ അത്ര വലിയ കഷ്ടപ്പാടൊന്നും മെനക്കെടാറില്ല. അവർക്ക് ഇഷ്ടമുള്ള ഞാൻ അല്ല ലാഭം എന്ന് പറയാൻ പറ്റില്ല, അവർക്ക് ഇഷ്ടമുള്ള വാങ്ങിക്കുന്നുണ്ട്. പിന്നെ ഏർണിംഗ് മെമ്പർ അല്ലേ, ഇനിയിപ്പോ അത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. ഒരു ഉണ്ടാക്കുന്ന കാശ് അവർക്ക് ചെലവഴിക്കും. ഇനി എന്താണ് ശരിക്കും ഒരു പ്രോപ്പർ പ്ലാൻ എന്താണ്? അല്ല ഇതുപോലെ തന്നെ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റണം. എനിക്ക് KPSC ലളിത ചേച്ചിയും കൽപ്പന ചേച്ചിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റിയാൽ അതാണൊരു നേരത്തെ ചോദിച്ചില്ല, ആരെങ്കിലും കൂടെ അഭിനയിക്കണോ, അതിനേക്കാൾ കൂടുതൽ ഈ പറഞ്ഞ മാതിരി അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ രണ്ടുപേരുടെ വലിയ സിംഹാസന അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആഗ്രഹിക്കണോ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു സ്വപ്നം കാണുമ്പോൾ നമ്മൾ പിന്നെ അങ്ങേയറ്റം വരെ ആകാശം അല്ല ഉറപ്പായിട്ടും അത് ആ രീതിയിൽ അതൊരു ഉയരത്തിലേക്ക് എത്താനുള്ള ഒരു സ്വപ്നമാണ്. യാത്ര ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. ഭയങ്കര ഇഷ്ടമുള്ള രണ്ടുപേര്, അവര് ഭയങ്കര വേഴ്സറ്റൈലാണ്. എന്ത് ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞാലും, കോമഡി ആണെങ്കിലും സീരിയസ് വേഷങ്ങളാണെങ്കിലും വളരെ നന്നായി ഒരേപോലെ ഹാൻഡിൽ ചെയ്യുന്ന രണ്ടാൾക്കാര്. അതുപോലെ നല്ല അതിന്റെയൊക്കെ അങ്ങനെയുള്ള വേഷങ്ങൾ വന്നാൽ വന്നവർക്ക് കുറച്ചൊക്കെ നെഗറ്റീവ് ചായ. ഇപ്പൊ സുമതി വളരെ അല്ലെങ്കിലും വന്നത് കുറച്ച് നെഗറ്റീവ് ചായ ഉള്ളു. അപ്പൊ ഇനിയിപ്പോ അടുത്ത് കുറച്ച് ഹ്യൂമറൊക്കെ ഉള്ള ഒരു ക്യാരക്ടറൊക്കെ കിട്ടിയ ഭയങ്കര. കാരണം ഞാനിത് മറ്റത് കണ്ടിട്ടുണ്ട്, ഈ പറഞ്ഞ എന്റെ മുമ്പിൽ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ ഒക്കെ പറയുന്ന സമയത്ത് ഈ ഹ്യൂമർ വളരെ ഈസി ആയിട്ട് അവർ ചെയ്യുന്നത് ഞാൻ ഈ സീരീസ് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട്. മാത്രമല്ല ഈ ഫോട്ടോഷൂട്ടിൽ തന്നെ സത്യേട്ടൻ പ്രത്യേകിച്ച് അത് ഞാൻ സത്യേട്ടനെ അയച്ചു കൊടുത്തു. കാരണം പൊന്മുട്ടയുടെ താറാവായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് വളരെ രസകരമായിട്ട് ആ ക്യാരക്ടറിന്റെ ഒരു ഫോട്ടോഗ്രാഫിൽ തന്നെ അയാളുടെ ഒരു സ്നേഹലതയുടെ എല്ലാ, അതായത് കുറച്ചുകൂടി ഇഷ്ടം കുന്നായ്മയുണ്ട്, എന്ന പ്രണയമുള്ള സമയമുണ്ട്, അങ്ങനെയുള്ള എല്ലാ ഡയമെൻഷൻസും കാണിക്കാൻ ചെറിയ കുറച്ച് ഫോട്ടോഗ്രാഫേഴ്സിലൂടെ പറ്റിയെന്ന് പറയുന്നത് ഭയങ്കര സംസാരിച്ചു. അതൊരു വലിയ ഓവർ ദ ഫോൺ ആയിരുന്നു. അപ്പൊ ഞാൻ പറയുന്നു റെക്കോർഡ് ചെയ്യാൻ പോലും പറ്റി പറഞ്ഞു പോയി. സത്യേട്ടനെ പോലെ അങ്ങനെ പറയാന്ന് പറഞ്ഞത് ഉർവശി അത്രയും ടാലന്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുക അല്ലേ? അപ്പൊ ഈ വീട്ടിനകത്ത് തന്നെ വലിയ സിനിമകൾ നടന്നു, കൊച്ചു കൊച്ചു സിനിമകൾ. വലിയ സിനിമയായിട്ട് മാറ്റാനുള്ള ലക്ഷ്യം വല്ലതും ഉണ്ടോ? അത് അറിയില്ല. ഇവിടെ ഫ്രീ ആയിട്ട് സംവിധായകനുണ്ട്, ക്യാമറാമാൻ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ അത്യാവശ്യം ഒരു കൊച്ചു സിനിമ. മൂത്തോന് അത്യാവശ്യം എഴുത്തും പരിപാടിയുണ്ട്. താഴെയുള്ളൊരു സിനിമയിൽ അഭിനയിച്ചു. ഒരു സിനിമയല്ല, പ്രകാശൻ പറക്കട്ടെ എന്ന് പറഞ്ഞ സിനിമയിൽ അപ്പൂപ്പനോടൊപ്പം അഭിനയിച്ചു അല്ലേ? അത് ഇപ്പൊ ഈ അടുത്ത് ഞങ്ങള് വടു എന്ന് പറഞ്ഞ സിനിമ ഞാനും അച്ഛനും കൂടെ ചെയ്തു. അതിനകത്ത് എന്റെ ചെറുപ്പകാലം അവൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു തമിഴ് സിനിമ ചെയ്തപ്പോൾ എൻ്റെ ചെറുപ്പകാലം എൻ്റെ മോനാണ് ചെയ്തത്. പിന്നെ അവനങ്ങനെ വല്ലാതെ ഒന്നും പറഞ്ഞാൽ പഠിക്കുന്ന സമയമല്ലേ, നല്ല വേഷങ്ങൾ വരുന്നതൊക്കെ ചെയ്ത്. പ്രകാശം പറക്കട്ടേന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേഷം. പിന്നെ ആ പടത്തിന്റെ ഒരു സെൻട്രൽ ക്യാരക്ടർ ആയിരുന്നല്ലോ. അവർ 4 പേരും വളരെ ഈക്വൽ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടർ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, വീട്ടിൽ തന്നെ ഒരു സിനിമ ചെയ്യാൻ ചെറിയ സിനിമയ്ക്കുള്ള ആൾക്കാരുണ്ട് ഇപ്പോ. സിനിമ അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടോ? അങ്ങനെയില്ല. അല്ല നായികയുണ്ട്, ഫ്രീ എല്ലാം ഉണ്ട്. നമ്മള് പിന്നെ അച്ഛൻ ക്യാരക്ടർ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അത് മാത്രം പോരല്ലോ, സിനിമ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഇതാണ്. അപ്പോൾ അത് ഇഷ്ടമാണ്. എനിക്ക് സംവിധാനം പരിപാടിയൊക്കെ നമുക്ക് താല്പര്യമുള്ള ഒരു ഏരിയ ആണ്. പക്ഷെ ഇപ്പൊ ഇത്
വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മലയാളത്തിലും തമിഴിലൊക്കെ ആയിട്ട് ഇങ്ങനെ അത്യാവശ്യം കുറച്ച് വർക്കുകളായിട്ട് പോയിക്കൊണ്ടിരിക്കും. ഹസ്ബൻഡ് ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു വേഷം ചോദിച്ചു വാങ്ങിക്കണം, തന്നില്ലെങ്കിൽ തരാൻ സാധ്യത കുറവാണ്. അതാ ഞാൻ പറഞ്ഞത്. ആദ്യത്തെ എക്സ്പീരിയൻസിൽ ഞാൻ വിളിച്ചാലും എന്നെ വിളിക്കും. നന്നായി പെർഫോം ഒക്കെ ചെയ്യും എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇത് ഭർത്താവായതുകൊണ്ടേ ഒരു പരീക്ഷണത്തിന് ഞാൻ ഭയങ്കര റിയാലിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് അത് ഉറങ്ങി എണീക്കുന്ന സീനൊക്കെ ഉള്ള ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു 1 മണിയായപ്പോഴൊക്കെ വിളിച്ചെണീപ്പിച്ചിട്ട് വളരെ നാച്ചുറൽ ആയിട്ട് സാധനം കിട്ടാൻ വേണ്ടി ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വീട്ടിലാണല്ലോ, അപ്പോൾ നമുക്ക് അത് നമുക്ക് ഇപ്പോൾ ആ സീൻ എടുക്കാം, അപ്പോൾ കറക്റ്റ് ഉറക്കം കറക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ വിളിച്ചെണീപ്പിച്ചിട്ട് ക്യാമറ വെച്ച് അപ്പോൾ ഒക്കെ ഇങ്ങനെ വഴക്ക് പറയും. ഒന്നും സംവിധാനമല്ലോ, അപ്പോൾ ആ സമയത്ത് ഭർത്താവാണല്ലോ, അപ്പോൾ അത് വലിയ പ്രശ്നമാണ്. അപ്പോൾ അത് കാരണം നല്ലോണം വഴക്കൊക്കെ കേൾക്കും. അപ്പോൾ ഞാൻ സംവിധാനം ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ കാസ്റ്റ് ചെയ്യാൻ വഴക്ക് കൂടി കേൾക്കാൻ തീരുമാനിച്ചിട്ട് വേണം. അപ്പം ഞാൻ അതൊറ്റ കാര്യം പറയും, എന്നെ എന്തെങ്കിലും പറഞ്ഞു, പക്ഷെ അപ്പുറത്ത് മുറി കൊണ്ടുപോയിട്ട് ഒതുക്കത്തിൽ പറഞ്ഞാൽ മതി, മൈക്കിൽ കൂടെ ഒന്നും സാധാരണ തിരിച്ചാൽ പറയും. ആർട്ടിസ്റ്റ് സാധാരണ പറയും മൈക്കിൽ കൂടെ ഞങ്ങൾ വഴക്ക് പറയുന്നത് ആർട്ടിസ്റ്റ് പലപ്പം പറയാറുണ്ട് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത്. എന്നെ എല്ലാവരും കേൾക്കെ പറയുമ്പോൾ ഞങ്ങൾക്കൊരു ചമ്മലാണ്, അപ്പം അത് ദയവ് ഇത് വേണ്ടെന്ന് പറയാറുണ്ട്. ഇത് തിരിച്ച് അപ്പുറത്തോട്ട് കൊണ്ടുപോയിട്ട് പറഞ്ഞാൽ മതി. എന്തായാലും അങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. വളരെ പെട്ടെന്ന് നല്ല കുടുംബത്തിൽ നിന്നൊരു സിനിമ ഉണ്ടാകട്ടെ, എല്ലാവരും അത് അഭിനയിക്കാൻ ഭാഗ്യം ഉണ്ടാകട്ടെ, കൂടുതൽ നല്ല വേഷങ്ങൾ ഉണ്ടാകട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലേ? നന്നായിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.